ഇനി നോക്കാം കാർഷിക വാർത്തകൾ. പക്ഷിപ്പനിയും കൊയ്ത്ത് വൈകലും ചേർന്ന് കുട്ടനാടൻ താറാവ് വിപണി തകർച്ചയുടെ വക്കിൽ. ലഭ്യത കുത്തനെ കുറഞ്ഞതോടെ വില കുതിച്ചുയർന്ന് ഉപഭോക്താക്കളെയും കർഷകരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നു. പക്ഷിപ്പനി വ്യാപിച്ചതിനെ തുടർന്ന് 10,000-കണക്കിന് താറാവുകളെ കൊന്നെടുക്കേണ്ടി വന്നതും ഹാച്ചറികളിൽ കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനം നിർത്തിവെച്ചതും വിപണിയെ വലിയ രീതിയിൽ ബാധിച്ചു. ഇതോടൊപ്പം പാടശേഖരങ്ങളിലെ കൊയ്ത്ത് വൈകിയത് താറാവ് വളർത്തലിന് തിരിച്ചടിയായി. സാധാരണയായി കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ ഇറക്കി വളർത്തുന്ന താറാവുകൾക്ക് ഇത്തവണ ആവശ്യമായ വളർച്ച ലഭിച്ചിട്ടില്ല. കുട്ടനാട്ടിൽ മാത്രം ഏകദേശം 1.5 ലക്ഷം താറാവുകളുടെ കുറവുണ്ടാകുമെന്നാണ് കർഷകരുടെ കണക്കുകൂട്ടൽ. ലഭ്യത കുറഞ്ഞതോടെ വിപണിയിൽ വില കുത്തനെ ഉയർന്നു. കർഷകർക്ക് ഒരു താറാവിന് 270 മുതൽ 280 രൂപ വരെയാണ് ലഭിക്കുന്നത്. എന്നാൽ ഡ്രസ്സ് ചെയ്ത് ഉപഭോക്താക്കളിലേക്ക് എത്തുമ്പോൾ വില 420 രൂപ വരെ ഉയരുന്നു. വിൽപ്പനയ്ക്ക് മുമ്പ് താറാവുകൾക്ക് കൈത്തീറ്റി നൽകേണ്ടി വരുന്നതും വിലവർദ്ധനവിന് കാരണമാണെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നു. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ ഇറക്കിയ താറാവുകൾക്ക് ഇപ്പോഴും പൂർണ്ണ വളർച്ച എത്താത്തതിനാൽ വിപണിയിലേക്ക് എത്തിക്കാൻ കഴിയില്ലെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ചാര, ചെമ്പല്ലി ഇനത്തിൽപ്പെട്ട കുട്ടനാടൻ താറാവുകൾക്ക് വിപണിയിൽ ആവശ്യക്കാരേറെയാണെങ്കിലും ലഭ്യത വളരെ പരിമിതമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിർണായക സ്ഥാനമുള്ള മാമ്പഴം ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കനത്ത ആഘാതം നേരിടുന്നതായി റിപ്പോർട്ട്. ഉൽപ്പാദനത്തിലും ഗുണനിലവാരത്തിലും ഇടിവുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മാമ്പഴ ഉൽപ്പാദക രാജ്യമായ ഇന്ത്യയിൽ വർഷം തോറും 24 ലക്ഷം ഹെക്ടറിലായി 200 ലക്ഷം ടണ്ണിലധികം മാമ്പഴമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് കർഷകരുടെ ഉപജീവന മാർഗമായ ഈ മേഖലയെ കാലാവസ്ഥാ വ്യതിയാനം ഗൗരവമായി ബാധിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മാവ് പൂവിടാനും കായ്ക്കാനും 24 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയാണ് ഏറ്റവും അനുയോജ്യം. എന്നാൽ കാലം തെറ്റിപ്പെയ്യുന്ന മഴയും കൂടിയ ഈർപ്പവും പൂപ്പൽ രോഗങ്ങൾക്കും മറ്റ് കീടബാധകൾക്കും വഴിവെക്കുന്നു. ശക്തമായ കാറ്റുമൂലം കായ്കൾ പാകമാകുന്നതിനു മുൻപേ കൊഴിഞ്ഞു പോകുന്നതും കർഷകർക്ക് വലിയ നഷ്ടമാണ്. താപനിലയിൽ ഓരോ 1 ഡിഗ്രി സെൽഷ്യസ് വർധനവിനും വിളവിൽ 11% വരെ കുറവുണ്ടാകാമെന്ന് പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. 2024 വടക്കേ ഇന്ത്യയിൽ അനുഭവപ്പെട്ട കടുത്ത ഉഷ്ണതരംഗം മാമ്പഴങ്ങളുടെ ഗുണനിലവാരത്തെയും രുചിയെയും ബാധിച്ചിരുന്നു. ഇതിനൊപ്പം മാംഗോ സ്റ്റോൺ വീവിൽ പോലുള്ള കീടങ്ങളുടെ വ്യാപനവും കയറ്റുമതിയെ ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ദശഹരി, ലാംഗ്ര, അമ്രപാളി, ചൌസ തുടങ്ങിയ ഇനങ്ങളെ സംരക്ഷിക്കാൻ കാലാവസ്ഥയെ ചെറുക്കുന്ന പ്രത്യേക തന്ത്രങ്ങൾ അടിയന്തരമായി നടപ്പാക്കണമെന്ന് വിദഗ്ധർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇറക്കുമതിയിലേക്കുള്ള ആശ്രയം കുറച്ച് ആഭ്യന്തര ഭക്ഷ്യ ഉൽപ്പാദനം ശക്തിപ്പെടുത്താൻ UAE പ്രാദേശികമായി 140 പുതിയ ഭക്ഷ്യ ഉൽപ്പന്നം കൂടി വിപണിയിലെത്തിക്കാൻ പദ്ധതി ഒരുക്കി സർക്കാർ. ദീർഘകാല ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് വിപുലമായ തന്ത്രം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വർഷമോ അടുത്ത വർഷമോ ആയി ഘട്ടം ഘട്ടമായി പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാനാണ് UAEയുടെ പദ്ധതി. പാൽ, കോഴി, സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പാലുൽപ്പന്നങ്ങൾ, ചീസ്, ബട്ടർ, ബേക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെട്ട വിപുലമായ ശ്രേണിയിലുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് രാജ്യത്തെ ഭക്ഷ്യ വിതരണ ശൃംഖല കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇപ്പോൾ പ്രതിദിനം 1,30,000 ലിറ്റർ പാലാണ് ഉൽപ്പാദനം. 2029ഓടെ ഇത് 3 ലക്ഷം ലിറ്ററായി ഉയർത്താനാണ് ലക്ഷ്യം. ഇതിലൂടെ 10 ലക്ഷത്തിലധികം ആളുകൾക്ക് വിതരണം ഉറപ്പാക്കും. പോൾട്രി മേഖലയിലും വലിയ വിപുലീകരണമാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ പ്രതിദിനം 7,000 കോഴികളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് 16,000-ആയി ഉയർത്തുകയും ദീർഘകാലത്തിൽ 25,000 മുതൽ 26,000 വരെ വർദ്ധിപ്പിക്കാനും പദ്ധതിയുണ്ട്. അതേസമയം പ്രാദേശിക ഫാമുകളിലൂടെ പഴം, പച്ചക്കറി വിതരണവും ശക്തിപ്പെടുത്തി സീസണൽ ഉൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കാനും UAE ശ്രമിക്കുന്നു. ഭക്ഷ്യ സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കി മുന്നേറുന്ന രാജ്യത്തിന്റെ നിർണായക നീക്കമായാണ് പുതിയ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.